കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് കായക്കുടി. അവിടുത്തെ KPS ഹൈസ്കൂളിലെ ഏത് മുറിയിലിരുന്നാലും കുട്ടികൾക്ക് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള വൈഫൈ സാങ്കേതികവിദ്യ ഒരുക്കിയിട്ടുണ്ട് സ്കൂളിൽ. IT പഠന മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത് KPS ഹൈസ്കൂളിനെ സ്വാഗതം ചെയ്യാം ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. KPS ഹൈസ്കൂൾ കായക്കുടിയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ കുറ്റ്യാടിക്കടുത്ത് മലയോര ഗ്രാമമായ കായക്കുടിയിലാണ് KPES ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 1982 രൂപീകരിച്ച കായക്കുടി പഞ്ചായത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. SSLC പരീക്ഷയിൽ 90% മേൽ വിജയം നേടുന്ന ഈ സ്കൂളിൽ നിന്നും കലാ, കായിക, IT മേഖലകളിൽ സംസ്ഥാന തലത്തിൽ തന്നെ നേട്ടം കൊയ്ത നിരവധി പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. 1992 മുതൽ അൺഎയ്ഡഡായി +2 പ്രവർത്തിച്ചു വരുന്ന ഇവിടെ കഴിഞ്ഞ വർഷം സർക്കാർ +2 അനുവദിച്ചു. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മാതൃകാ പ്രവർത്തനങ്ങൾ സമൂഹ കൂട്ടായ്മ, സാങ്കേതിക മികവ്, ഭരണ നേട്ടങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. ഈ പാത്തുമ്മയുടെ ആട് നിങ്ങൾ ഒരു ദിവസം ഉച്ചക്ക് ഒരു ഇന്റർവെൽ സമയത്ത് സ്കൂളിൽ വന്നു എന്ന് വിചാരിക്കുക, എന്താ നിങ്ങൾ ചെയ്യുക? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പെങ്ങളാണല്ലോ പാത്തുമ്മ. അതെ അതെ അതെ, അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ധാരാളം ആരാധകരൊക്കെ ഉള്ള ഒരു എഴുത്തുകാരനാണ്. ആണല്ലേ? അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പെങ്ങളുടെ ആടായ പാത്തുമ്മയുടെ ആടിനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യും നിങ്ങൾ? എന്നിട്ടാ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? ആദ്യം ഹെഡ് മാസ്റ്ററെ വിളിച്ച് പിന്നെ വിദ്യാരംഗ സാഹിത്യയുടെ ആഭിമുഖ്യത്തിൽ ഒരു സ്വീകരണം തന്നെ നടന്നു. ഓ ഗുഡ് ഗുഡ്. എവിടെ ഹെഡ് മാസ്റ്റർ റൂമിലൊക്കെ കൊണ്ടുപോകും ആട്ടിനെ? ആട് നെൽകൃഷി എല്ലാം ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കൂല്ലേ? അങ്ങനെ സ്വീകരിക്കും നിങ്ങൾ? സ്വീകരിക്കും. ഓ ശരി. പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങളെ ഈ ഇതിൽ എന്താണ് ഈ വിഷ്വല് കാണിച്ചപ്പോഴേ നമ്മുടെ നാരായണ മാഷ് ഒരു ക്ലാസ് എടുക്കുന്നത് കണ്ടു, ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. എന്താ സിനിമയുടെ പേര്? ഫ്രഞ്ച് കണക്ഷൻ. ഫ്രഞ്ച് കണക്ഷൻ. ഓക്കെ. എങ്ങനെയാ അത് ഇത്തരം അതായത് വിഷ്വലിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഈ സിനിമ ക്ലിപ്പിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എളുപ്പമാവുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ അതിലുള്ള സൗണ്ട്സ്. ഇംഗ്ലീഷ് സിനിമ ഏത് സിനിമയാണെങ്കിലും അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾ വളർത്താൻ കഴിയും. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട്? ആദ്യം ഞങ്ങൾക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് ആദ്യം സിനിമ കാണിച്ചു തരും. അതിൽ നിന്ന് ആ കഥ ആ സന്ദർഭത്തിനനുസരിച്ച് ആ ഡയലോഗ്സ് ഇമാജിൻ ചെയ്ത് ചെയ്യാനുള്ള ഒരു പരിശീലനമാണ് ആദ്യം തരിക. അത് ചെയ്തു തന്നതിന് ശേഷം കുഞ്ഞാരൻ മാഷ് ഞങ്ങളോട് ചോദിക്കും, അയാളിപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെയുള്ള ഓരോ സന്ദർഭവും ചോദിക്കും. അതിന് ശേഷം പിന്നെ സൗണ്ട് തന്ന് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഇത് തരും. പിന്നെ സിനിമയോട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ അതിലുള്ള പിന്നെ ഡയലോഗ്സ് ഒക്കെ കൂടുതൽ മനസ്സിലാകും. അത് ഉപയോഗിച്ച് അതെന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചുകാരൻ മാഷ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. കായക്കുടി സ്കൂളിൻ്റെ നേട്ടങ്ങൾ കണ്ടപ്പോൾ പ്രത്യേകിച്ചും സമൂഹ കൂട്ടായ്മ എന്ന ശക്തി മേഖലയിൽ വളരെ അസൂയ തോന്നി. കാരണം മറ്റ് പല സ്കൂളുകളെ അപേക്ഷിച്ച് നിങ്ങൾ വളരെ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്കൂൾ കോംപ്ലക്സ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമാണ് എന്നും പറയുന്നു. ഇതിൽ ഈ പരസ്പരമുള്ള വിലയിരുത്തൽ എന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സ്കൂൾ കോംപ്ലക്സിൻ്റെ പ്രവർത്തനം? നിങ്ങളുടെ സ്കൂൾ എങ്ങനെയാണ് സ്കൂൾ കോംപ്ലക്സ് പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നത്? സ്കൂൾ കോംപ്ലക്സിൽ ഞങ്ങൾ നേരത്തെ ഈ സ്പോർട്സ് കാര്യങ്ങളും അതുപോലെ കായിക കലാ മത്സരങ്ങളൊക്കെ കോംപ്ലക്സ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്.
പക്ഷേ സാമൂഹിക കൂട്ടായ്മ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ 80കളിൽ തന്നെ തുടങ്ങിയതാണ്. ഞങ്ങൾ അന്ന് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പാവപ്പെട്ട കുട്ടികളായതുകൊണ്ട് അതിന് സാമ്പത്തിക സമാഹരണം നടത്തിയത് കലാമണ്ഡലത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാമൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ തുടക്കം. പിന്നീട് പ്ലാസ്റ്റിക് വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കായക്കൊടി പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും ഞങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ സ്കൂൾ കോംപ്ലക്സിൽ പങ്കാളികളായ പ്രാദേശികമായ സ്കൂളുകളുടെ കൂട്ടായ്മയിൽ ഈ പരസ്പരമുള്ള വിലയിരുത്തൽ നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എസ് എന്നാണ് നിങ്ങളുടെ ഉത്തരം. അതെ അതെ, അത് ശരിക്കും നടത്തുന്നുണ്ടോ? അതെ അതെ, അത് പ്രൈമറി സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ തരം വിലയിരുത്തൽ പങ്കുവയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് ഫലപ്രദമായി? പഞ്ചായത്ത് തലത്തിലൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ അന്ന്, ഇപ്പോഴതില്ല, ഒരു 5 കൊല്ലം മുമ്പ് അതുണ്ടായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ടായിരുന്നു. സ്കൂൾ കോംപ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ അന്ന് ഞങ്ങൾ പരിശീലന പരിപാടികളൊക്കെ. നിങ്ങൾ ഉൾപ്പെടുന്ന സ്കൂൾ കോംപ്ലക്സിൽ ഏതൊക്കെ സ്കൂളുകളാണുള്ളത്? ഞങ്ങളെ ഫീഡിങ് സ്കൂളായിട്ടുള്ള ഒരു ചങ്ങരംകുളം UP സ്കൂള്, കായക്കൊടി UP സ്കൂള്, ദേവർഗ സ്കൂള്, അങ്ങനെ 3 UP സ്കൂളാണ് ഫീഡിങ് ആയിട്ട്. പിന്നെ LP സ്കൂളുകൾ 11 ഉണ്ട്. ഈ സ്കൂളുകളാണ് പഞ്ചായത്തിലുള്ളത്. പഞ്ചായത്തിലുള്ള സ്കൂളുകളില്ല, ഹൈസ്കൂളില്ല. ഞങ്ങളെ പഞ്ചായത്തിലൊരു ഹൈസ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിലുള്ള ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹൈസ്കൂൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്കൊന്നും സ്വീകരിക്കാനില്ല, അങ്ങോട്ട് കൊടുക്കാനേ പറ്റൂ. കോട്ടയത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ വലിയ പുള്ളികളാണല്ലേ IT മേഖലയിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഈ കമ്പ്യൂട്ടറുമായിട്ട് ഇത്രയും പരിചയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ അത്രയും പരിചയം എല്ലാ കുട്ടികൾക്കും ഉണ്ടോ? ആരാ ഉത്തരം പറയുക എന്നോട്? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 43. ഉറക്കെ പറയണം. 43. ഈ 43 കുട്ടികളും കമ്പ്യൂട്ടർ അനായാസം കൈകാര്യം ചെയ്യാറുണ്ടോ? 42 പേരെ ചെയ്യാറുള്ളൂ. ഒരു കുട്ടിക്ക് ജന്മനാല് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് 42 പേരും കമ്പ്യൂട്ടർ അറിയുന്നവരാ. നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? ഡിജിറ്റൽ മാഗസിൻ ഉണ്ട്. പിന്നെ സ്കൂളിൻ്റെ IT പ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെ പരിസ്ഥിതി ക്ലബ്ബ്, കുറച്ച് അധിക ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും വെബ്സൈറ്റിലുണ്ട്. IT ക്ലബിൽ മെമ്പേഴ്സാണോ നിങ്ങൾ? എല്ലാവരും തന്നെ? അല്ല, മോനാണോ IT ക്ലബിൽ? ആരാണ് IT ക്ലബിലെ മെമ്പറായിട്ടുള്ളത്? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലല്ലാതെ വേറെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? സ്കൂൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ വിക്കിയിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേജിലും. അതല്ലാതെ ഞങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേറെ ഇല്ല. കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ നല്ല അധ്യാപകരുള്ളതുകൊണ്ട് നിങ്ങൾ പാഠ്യപദ്ധതിയുമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് പബ്ലിസൈസ് ചെയ്യുന്നത് നന്നായിരിക്കില്ലേ എന്ന് തോന്നിയിട്ടില്ല? ഈ സ്കൂൾ വെബ്സൈറ്റ് എത്ര പേര് കാണും നിങ്ങളുടെ? അത് നിങ്ങൾ നോക്കാറുണ്ടോ? അത് എങ്ങനെ മനസ്സിലാക്കാനുള്ള മാധ്യമം മനസ്സിലാക്കാൻ IT മേഖലയിൽ സാങ്കേതിക മികവുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ഹിറ്റ്സ് നോക്കാമല്ലോ. പേര് ഞങ്ങളുടെ സ്കൂൾ വെബ്സൈറ്റ് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഹിറ്റ്സ് നോക്കാം. എല്ലാ വെബ്സൈറ്റിനും ഹിറ്റ്സ് നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഞങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്തോ നോക്കാനുള്ള ഇത് പറ്റുമോ? അല്ല മോനെ, അല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ വളരെ നല്ലത്. പ്രത്യേകിച്ച് പാഠ്യപദ്ധതിയുമായിട്ട് നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ വളരെ നല്ലതാണ്. അത് പുറം ലോകം അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ സ്കൂളിന് അതിന് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റു സ്കൂളുകളെല്ലാം വളരെ ITH സ്കൂളിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് നിങ്ങൾ അതിന് പുറത്തു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒന്ന് ഉയർന്ന ചിന്തയാവാം. നിങ്ങൾ ഇത്രയും നല്ല കുട്ടികൾ, ഇത്രയും IT-യിൽ ഇത്രയും ഒരു എന്താ പറയുന്നത് സാങ്കേതിക മികവെന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മോൻ അതുകൂടെ ഒന്ന് നോക്കണം. നിങ്ങളുടെ വെബ്സൈറ്റിനും പുറത്ത് അതിന് ഇടാനായിട്ടുള്ള ഒരു സംവിധാനം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം. ഇനി ആ ലെവലിൽ നിങ്ങൾ എത്തി നിൽക്കുകയല്ലേ. പിന്നെ നിങ്ങളൊരു നീർത്തട പഠനം നടത്തി എന്ന് പറഞ്ഞു. അതിൽ പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ? നീർത്തട പഠനം ഹഫീദ ഉണ്ടായിരുന്നോ അതിനകത്ത്? അവിടെ എന്താ പഠിച്ചത് നീർത്തടത്തിൽ? ജലകളകൾ അമിതമായി വളർന്ന് അവിടെ ദേശാടന കിളികൾ മുമ്പ് വരാറുണ്ടായിരുന്നു. പക്ഷെ ജലകളകൾ വന്നതോടെ എന്തോന്ന് ജലകളകൾ
എന്ന് വെച്ചാൽ പായല്, ആഫ്രിക്കൻ പായലുകൾ. ആഫ്രിക്കൻ പായല്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. ആഫ്രിക്കൻ പായല് അങ്ങ് നിറഞ്ഞു. അമിതമായി വന്നതോടെ ദേശാടന കിളികളുടെ വരവും കുറഞ്ഞു. പിന്നെ അധികമൊന്നും ആഫ്രിക്കൻ പായൽ വന്നുകൊണ്ടാണ് ദേശാടന കിളികൾ വരാത്തത് എന്ന് എങ്ങനെ മനസ്സിലായി? അത് ആഫ്രിക്കൻ പായലുകൾ ജീർണിപ്പിക്കാൻ വേണ്ടി ജലത്തിലെ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ കൊണ്ടുപോയിടുവോ? ബാക്ടീരിയ ജലത്തിലെ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാ ഓക്സിജൻ കൊണ്ടുപോയി ഇടുവോ ആളുകള് ജലത്തില്? ഓക്സിജൻ കൊണ്ടുപോയി ഇടുവോ? ഞാൻ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. ജലത്തിൽ ഓക്സിജൻ ഓക്സിജൻ ഉണ്ട്, ജലസസ്യങ്ങളില്ല, അവ ശ്വസിക്കുന്ന അപ്പോ ജലത്തിൽ. അപ്പോ ജീർണിപ്പിക്കാൻ ഓക്സിജൻ ഉപയോഗിക്കുമ്പോ ഓക്സിജൻ ആവശ്യത്തിന് ലഭിക്കാതെ അവിടെയുള്ള മത്സ്യങ്ങള് ചത്തൊടുങ്ങുന്നുണ്ട്. അത് ശരി. അവയെ ഭക്ഷിക്കാൻ വരുന്ന ദേശാടന കിളികളെ വരവ് അതുമൂലം കുറഞ്ഞു വരുന്നുണ്ട്. മത്സ്യങ്ങളെ ചാവുമ്പോ ദേശാടന കിളി മത്സ്യങ്ങൾ ഇല്ലാതായോ അവിടെ? അധികം അവിടെ മത്സ്യങ്ങൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ അവിടെ പോയി എന്താ പഠിച്ചത്? ഞാൻ 2 മാസത്തോളം പ്രൊജക്ടിന്റെ പ്രവർത്തനം. അതെ, അവിടെ പോയിട്ട് നിങ്ങൾ ഇപ്പൊ അവിടുത്തെ മത്സ്യങ്ങൾ ഇല്ലാതായി എന്ന് നിങ്ങൾ പഠിച്ചോ, നിരീക്ഷിച്ചോ? മത്സ്യങ്ങളില്ല, ഒരു മത്സ്യവും ഇല്ല. ഒരു മത്സ്യങ്ങളുണ്ട് അധികം. മുമ്പ് നന്നായിട്ട് മത്സ്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ആരാ പറഞ്ഞേ? എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ? അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ളവരോട് ചോദിച്ചോ? അവിടുന്ന് ആളുകൾ മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ടോ അവിടെ? അവിടുന്ന് മീൻ പിടിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മീൻ കിട്ടുന്നില്ല എന്നവര് പറഞ്ഞോ? അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ പഠനത്തിന്റെ ബാക്കി എന്തായിരുന്നു? പഠനത്തിന്റെ അന്തിമമായിട്ട് എന്താ റിപ്പോർട്ട് തയ്യാറാക്കിയോ പഠനത്തില്? റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ജലകളകൾ ആഫ്രിക്കൻ പായലുകൾ അമിതമായി വർദ്ധിക്കുന്നത് ഈ ദേശാടന കിളികളുടെയും പിന്നെ ഞങ്ങളുടെ സ്കൂൾ കുടിവെള്ള കായക്കൊടി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും അതിന്റെ പരിസരത്തുള്ള നിരവധി വീട്ടുകാരുടെ കുടിവെള്ള സ്രോതസ്സാണ് ഈ കൊളാട്ട എന്ന പേരിൽ വെള്ളം കോരി കുടിക്കുന്നത്. അല്ല, അവിടെ വെള്ളം ഉണ്ടാവുമ്പോ പരിസരത്തുള്ള കിണറുകൾ. ആഫ്രിക്കൻ പായൽ വന്നു എന്നുള്ളതുകൊണ്ട് കുളത്തിൽ വെള്ളമില്ലാതാവൂലല്ലോ, വെള്ളമുണ്ടല്ലോ അവിടെ ഇല്ലേ? വെള്ളമുണ്ട്. ഇപ്പൊ മുകളില് മൊത്തം ആഫ്രിക്കൻ പായലുകളാകുമ്പോ ഇതിന്റെ ഇത് നശിച്ച് അടിയിൽ വരുന്നതുകൊണ്ട് ആഴം കുറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ആഴം കുറഞ്ഞു എന്ന്? ജീർണിപ്പിച്ച് ഇത് അടിയിലാണ്. പായൽ വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ ആഴം കുറയുമോ? ഇല്ല, അത് ബാക്ടീരിയ ജീർണിപ്പിക്കുമ്പോ അത് നശി പായല് ഏറ്റവും അടിഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോ ആഴം കുറയുന്നുണ്ട്. അങ്ങനെ ആഴം കുറയുന്നോ? എന്നാ നിങ്ങളെ അതും പ്രായമായവരോട് ചോദിച്ച് മനസ്സിലാക്കിയോ ഇപ്പൊ ആഴം കുറഞ്ഞിട്ടുണ്ട് എന്ന്? ആണോ? മണ്ണൊലിപ്പുണ്ടോ അവിടെ? ഇവിടെ നിങ്ങളൊക്കെ മണ്ണൊലിച്ച് ഈ നീർത്തടത്തിലേക്ക് വന്ന് വീഴുന്നുണ്ടോ? ഇല്ല, രാസവളങ്ങൾ അതില്ല, അതൊന്നുമില്ല. ശരി, ആയിക്കട്ടെ. നിങ്ങൾ 6 പേരിൽ ബ്ലോഗ് വഴി എന്തെങ്കിലും സർഗാത്മകമായിട്ട് കഥയോ കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവസാനമായി ചെയ്തത് ബഷീർ പതിപ്പാണ്. മറ്റാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? രവീണയ്ക്ക് കവിത എഴുത്തൊന്നുമില്ലേ? അത്യാവശ്യം അല്ലേ? കഥ എഴുതാറോ? പറയൂ. അല്ല, അത് ബ്ലോഗ് വഴി ഇല്ല, ചെയ്തിട്ടില്ല. ഇനി ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ട്, ബ്ലോഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അതല്ലാതെ ഇപ്പം ഇൻലൻഡ് മാഗസിൻ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ സാധനങ്ങൾ പ്രസിദ്ധീകരിക്കാനോ അത് കൂട്ടുകാർ തമ്മിൽ ഷെയർ ചെയ്യാനോ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? കൈയെഴുത്ത് മാസിക ഉണ്ടല്ലേ? ഇപ്പോൾ വർഷത്തിലൊരിക്കൽ ആണോ കൈയെഴുത്ത് മാസിക ഇറക്കുന്നത്, അതോ മാസത്തിലൊരെണ്ണമാണോ? ഓരോരോ ക്ലാസ്സിലായിട്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് മാസികകൾ ഇറക്കാറുണ്ട്, പിന്നെ പത്രം ഇറക്കാറുണ്ട്. ഇനി KPS ഹൈസ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. KPS ഹൈസ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 93 out of 100.